ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇനി എടുക്കേണ്ടത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്, ഈ നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു ഇമേജ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മാനിപ്പുലേഷൻസ് ഓഫ് ദ ഡിജിറ്റൽ ഇമേജസ് ത്രൂ ദ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ഒരു സബ് ഫീൽഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇമേജസിനാണ് എന്ന് മാത്രം. ദെൻ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതും ഒരു ഇമേജസ് ആയിരിക്കും. അതേപോലെ അത് പ്രോസസ്സ് ചെയ്ത് ഏതെങ്കിലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതം യൂസ് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഒരു ഇമേജസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു ഫിഗർ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഇതൊരു നമ്മുടെ നാച്ചുറൽ ഇമേജ്, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റിയൽ വേൾഡ് ഇമേജസ് ആണ്. വി ഹാവ് ടു ക്യാപ്ചേർഡ് ബൈ യൂസിങ് എ ഡിജിറ്റൽ ക്യാമറ. ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തു, ക്യാപ്ചർ ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ ആവശ്യം, ആ ആവശ്യത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഈ ഒരു ഫിഗറിലെ ഈ ഡ്യൂ ഡ്രോപ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ഡ്രോപ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തു വിത്തൗട്ട് അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിന് യാതൊരു ചേഞ്ചസും വരുത്താതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചസും ഇല്ലാതെ നമുക്ക് പുതിയ ഒരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് സിസ്റ്റമാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിന് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇവിടെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് നമ്മൾ പറഞ്ഞു, ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദി സിഗ്നൽസിനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ സിഗ്നൽസ് മേ ബി ദ ഡിജിറ്റൽ ഓർ അനലോഗ് സിഗ്നൽസ് ആവാം. ഇവിടെ ഒരുപാട് മാനിപ്പുലേഷൻ പ്രോസസ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് മാനിപ്പുലേഷൻ പ്രോസസ്സിൽ വരിക? ഒന്നെങ്കിൽ നമ്മൾ ഇമേജസിനെ സ്റ്റോർ ചെയ്യുന്നു, ഫിൽറ്ററിങ് ചെയ്യുന്നു, ആൻഡ് അതർ ഓപ്പറേഷൻസ് ഓൺ ദ സിഗ്നൽ. നമുക്ക് എന്താണോ ആ ഇമേജസിൽ നമുക്ക് ചെയ്യാനുള്ളത് അത് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടോ. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസിഷൻ സിഗ്നൽസ്, സൗണ്ട്സ് ഓർ വോയിസ് സിഗ്നൽസ്, ഇമേജ് സിഗ്നൽസ് ആൻഡ് അതർ സിഗ്നൽസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജസിലേക്ക് സൗണ്ട്, വോയിസ്, ഇമേജസ് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ളൊരു പ്രോവർബ് ഉണ്ട്, ആൻഡ് ഇമേജ് വർത്ത് 1000 വേർഡ്സ്. ഒരു 1000 വേർഡ്സിന് പകരമാണ് ഒരു ഇമേജ് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താ? ഇപ്പൊ നമ്മൾ ഒരു ഡിസ്ക്രൈബ് എ പിക്ചർ എന്ന് പറയുമ്പോൾ ഏതൊരു പിക്ചറിനെ നമ്മൾ സെന്റൻസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിന് വേർഡ് റെപ്രസെന്റേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ പിക്ചറിന് കാണുന്ന അത്രത്തോളം പൂർണ്ണതയോട് കൂടി നമുക്ക് ഒരിക്കലും ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. കുറേ കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒറിജിനൽ നമുക്ക് ആ പിക്ചർ കണ്ടിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയ ഒരിക്കലും നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്താൽ കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു സീനറി, ഒരു റിയൽ വേൾഡ്, ഇപ്പോൾ നേരത്തെ കണ്ട ഒരു ഇമേജസ് തന്നെ നമ്മൾ അതിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെന്നൊന്ന് വിചാരിച്ചു നോക്കിയേ. ഇപ്പോൾ പുലർച്ചെ രാവിലെയുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. ഒരു നാച്ചുറൽ ഇമേജ് ആണ്. അതിലെ ഒരു ഇലയിൽ നിന്ന് ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്നതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ കുറേ അവ്യക്തതകൾ ഉണ്ടാവും. പക്ഷെ അതിന് പകരം അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ. നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ മെയിനായിട്ട് രണ്ട് സിഗ്നലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് അനലോഗ് ഇമേജ് പ്രോസസ്സിങ്ങും ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങും. അനലോഗ് ഇമേജ് പ്രോസസ്സിംഗ് ആണെങ്കിൽ അവിടെ അനലോഗ് സിഗ്നൽസിനെ ആയിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. Then it is a two-dimensional analog signals. Then in these types of processing, the images are manipulated by electrical means by
varying the electrical signals. ഇവിടെ നമ്മുടെ ടെലിവിഷൻ ഇമേജസ് പോലെയുള്ള ഇമേജ് പ്രോസസ്സിംഗ് ആണ് അനലോഗ് ഇമേജ് പ്രോസസ്സിങ്ങിനകത്ത് നടക്കുന്നത്. Then digital image processing, developing a digital system that performs the operations on an digital image. Digital imagesൽ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇമേജ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ഇമേജ് ഈസ് നത്തിങ് മോർ ദാൻ എ 2-dimensional സിഗ്നൽ. ഒരു 2-dimensional സിഗ്നൽ ആണ്. It is defined by the mathematical function f of x, y, and x and y are the two coordinates horizontally and vertically. The value of x, y at any point is given the pixel value at that point of an image. ഒരു ഇമേജിനകത്തുള്ള പിക്സൽ വാല്യൂസ് ആണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് തന്നെ ഒരുപാട് പിക്സൽസ് എന്ന് പറഞ്ഞാൽ എ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് യൂണിറ്റ് ഇൻ എ ഇമേജിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. ഒരു പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജസിലെ സ്മോളസ്റ്റ് യൂണിറ്റ്, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-dimensional നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഇമേജസ് റെപ്രസെന്റ് ചെയ്യുന്നത് 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് വെച്ചിട്ടായിരിക്കും. ദെൻ ഈച്ച് നമ്പേഴ്സ് ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ദെൻ ഇവിടെ നോക്കുക, ഇൻ കേസ് ഓഫ് വാല്യൂസ് 128 to 30 ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ട്. ഈ ഓരോ വാല്യൂസും എന്താണ്, ഓരോ പിക്സൽ വാല്യൂ ആണ്. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഇമേജസിൻ്റെ പിക്സൽ വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു 2-dimensional അറേ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ 2-dimensional അറേ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചറിനെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദ മാനിപ്പുലേഷൻസ് ഓഫ് ദി ഇമേജ് അല്ലേ. ദെൻ ഡിജിറ്റൽ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദ ഡിജിറ്റൽ ഇമേജ് ബൈ ദ യൂസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരുപാട് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ അൽഗോരിതംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാറ്റ് ലാബ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് അലോസ് യൂസേഴ്സ് ടു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. ഇമേജ് ഷാർപ്പനിങ് ആൻഡ് റീസ്റ്റോറേഷൻ, മെഡിക്കൽ ഫീൽഡ്, റിമോട്ട് സെൻസിങ് ആൻഡ് മെഷീൻ ആൻഡ് റോബോട്ട് വിഷൻ. ഇതിൽ ഇമേജ് ഷാർപ്പനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോമൺ ആപ്ലിക്കേഷൻ ഓഫ് ദ ഇമേജ് ഷാർപ്പനിങ് റീസ്റ്റോറേഷൻസ് ആർ സൂം ചെയ്യുക, ബ്ലറിങ്, ഷാർപ്പനിങ്, ഗ്രേ സ്കെയിൽ കൺവേർഷൻ, എഡ്ജ് ഡിറ്റക്ഷൻ, ഇമേജ് റെക്കഗ്നീഷൻ ആൻഡ് ഇമേജ് റിട്രീവൽ. ഇതെല്ലാം ഇമേജ് ഷാർപ്പനിങ് ആൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എക്സ്റേ അല്ലേ, CT സ്കാൻ, പെറ്റ് സ്കാൻ, UV സ്കാൻ, ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജ് പ്രോസസ്സിംഗ് ആണ്. Then remote sensing. It is the process of scanning the earth by use of the satellite and acknowledge all the activities of the space. നമുക്ക് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻസ് തരുന്ന ഒരു പ്രോസസ്സാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതേപോലെ മെഷീൻ ആൻഡ് റോബോട്ട് വിഷൻ. ഇറ്റ് വർക്ക്സ് ഓൺ ദ വിഷൻസ് ഓഫ് ദി റോബോട്ട് so that they can see things, identify them, etc. Okay. Any the main characteristics of the digital image processing. Then it uses the software and some are free of. നമ്മൾ ഒരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് ചെയ്യുന്നവരാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എന്താ പറയുക, ഒരു ഡേ ടു ഡേ ലൈഫ് പോലെ നമ്മൾ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ദീസ് ഓൾ ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ദി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡിജിറ്റൽ ഇമേജസ് ആണ്. ദെൻ ഇറ്റ് യൂസസ് ദ സോഫ്റ്റ്വെയർ ആൻഡ് സം ആർ ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇത് സോഫ്റ്റ്വെയർ ആണ്. ചില സോഫ്റ്റ്വെയർസ് നമുക്ക് എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then we have to provide the clear images. ഇമേജസിൻ്റെ ക്ലിയർ ഇമേജസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ദെൻ റീകളക്ട് ദ ഡാറ്റ ത്രൂ ഇമേജസ്. നമുക്ക് ഡാറ്റാസിനെ നമ്മളിപ്പോൾ സ്കാൻ അല്ലേ, സ്കാനിങ് പ്രോസസ്സൊക്കെ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് പോലെയൊക്കെ ഉള്ളത് യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ആ ഒരു ഇമേജസ് കൊടുത്താൽ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ദെൻ ഒരുപാട് ഫീൽഡിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും റോബോട്ടിക് ആണെങ്കിലും സ്പേസ് ക്രാഫ്റ്റ്, അങ്ങനെയുള്ള ഏതൊരു മേഖല, ഇൻ എഡ്യൂക്കേഷൻ, ഇൻ അഗ്രികൾച്ചർ, വേറെവർ ഏതൊരു ഫീൽഡ് എടുത്ത് ബിസിനസ് എവിടെ നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. It reduces the complexity of the digital image processing. അതേപോലെ it used to support the better experience of life. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇമേജ് റീകൺസ്ട്രക്ഷൻ, ഇമേജ് ഫോർമാറ്റിംഗ്, reformatting, fast image storage and retrieval, fast and high quality image distribution, controlled viewing. ഇങ്ങനെ ഒരുപാട് ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് കോസ്റ്റ്ലി, ഡിപ്പെൻസ് അപ്പോൺ ദി പെർട്ടിക്കുലർ സിസ്റ്റം. നമ്മൾ ടെക്സ്റ്റ് ഇൻഫോർമേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് സംവാട്ട് കോസ്റ്റ്ലി, ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ ക്യാൻ ബി യൂസ്ഡ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്വാളിഫൈഡ് പേഴ്സൺസ് ക്യാൻ ബി യൂസ്ഡ്. ഇനി അനലോഗ് ഇമേജ് ആൻഡ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വാട്ട് ഈസ് ഇമേജ്, അനലോഗ് ഇമേജ് എന്താണ്, ഡിജിറ്റൽ ഇമേജ് എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ നോക്കുക. ഈ ഇനി ഇമേജസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ പിക്സൽ വാല്യൂസ് ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആയിട്ട് f(x, y) യൂസ് ചെയ്തിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ വാല്യൂസ്, മെട്രിക്സ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ the value of function f(x, y) at every point indexed by row and a column is called gray value. Row wise ഉം column wise, the first row and second one column ആയിട്ട് ഇൻഡെക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് gray value. And then generally the value of the pixel is the intensity value of the image at that point. The number of rows in the digital image is called vertical resolution. നമ്മൾ എത്ര റോസ് ആണ് ഉള്ളത് വെച്ചാൽ അതിനെ പറയുന്നത് വെർട്ടിക്കൽ റെസൊല്യൂഷൻ. അതേപോലെ നമ്പർ ഓഫ് കോളംസിന് പറയുന്നത് ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ എന്നുള്ള കേസാണ്. ഓക്കെ, ഇനി നമുക്കൊരു എൻകോഡ് ദ പിക്സൽ ഈസ് കോൾഡ് ബിറ്റ് ഡെപ്ത്. ദ നമ്പർ ഓഫ് ബിറ്റ്സ് നെസസറി ടു എൻകോഡ് ദ പിക്സൽ വാല്യൂ ഈസ് കോൾഡ് ബിറ്റ് ഡെപ്ത്. ഇവിടെ എത്ര നമ്പർ ഓഫ് പിക്സൽസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയണം. അതാ നമ്പർ ഓഫ് പിക്സൽസിനെ പറയുന്ന പേരാണ് ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ദെൻ കളർ ഫോർമാറ്റ് റെപ്രസെന്റ് ചെയ്യുന്നതിന് ബിറ്റ് ഡെപ്ത് ഈസ് കോൾഡ് ഗാമൂട്ട് ഓർ പാലറ്റ് എന്നും കൂടി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ഇമേജസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഇത്. ഇതിൽ തന്നെ ഒരു പിക്സലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ്. ഒരുപാട് ടൈപ്സ് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങളെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്കറിയുന്നത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. ഫസ്റ്റ് ടൈപ്പ് ബൈനറി ഇമേജസ് ആണ്. ബൈനറി ഇമേജസ് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളേഴ്സ് ആണ് ഉണ്ടാവുക. 0 and 1 ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാക്ക് എന്നുള്ള 0 ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ആണെങ്കിൽ 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് ഇമേജ് പ്രോസസ്സിങ്ങിലെ ബൈനറി ഇമേജ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ആണ്. ഇനി ഗ്രേ സ്കെയിൽ ആണെങ്കിൽ അവിടെ കുറച്ചുകൂടെ അധികം കളേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കുറച്ച് ഷെയ്ഡ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിൽ 256 ഡിഫറെന്റ് ഗ്രേ സ്കെയിൽ ഇമേജസ് ആർ പ്രൊവൈഡിങ്. ഓക്കെ, ഇനി ഇത് നോക്കുക, ഇവിടെ ആണെന്നുണ്ടെങ്കിലും 8-ബിറ്റ് കളർ ഫോർമാറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ 0 to 255 വരെയുള്ള കളേഴ്സ് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കളർ ഇമേജസ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. തന്നെ 8-ബിറ്റ് കളർ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബിറ്റിൻ്റെ ഫോർമാറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളേഴ്സും. 16-ബിറ്റ് ഫോർമാറ്റ്, 24-ബിറ്റ് ഫോർമാറ്റ്.
ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ ഫോർമാറ്റ്